അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഇതിന് മുന്നേറ്റ 2 ഇൻഡോർ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഒരു ക്വാളിറ്റി ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അടിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ 2 വീഡിയോസ് ഷൂട്ട് ചെയ്ത് ഇൻഡോറിലായിരുന്നു. ഇൻഡോറിൽ ഷൂട്ട് ചെയ്തപ്പോൾ ഇപ്പോഴും ഇൻഡോറിൽ തന്നെ ഷൂട്ട് ചെയ്തു. പക്ഷേ അന്ന് ഇൻഡോറിൽ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ ഫ്രണ്ട് ക്യാമിലാണ് ഒക്കെ ഷൂട്ട് ചെയ്തത്. ഫ്രണ്ട് ക്യാമിൽ ഷൂട്ട് ചെയ്തിട്ട് കറക്റ്റ് ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെന്ന്. ബട്ട് അപ്പോൾ റിയർ ക്യാമിൽ എനിക്കൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കൈൻമാസ്റ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു വീഡിയോനെ കളർ ഗ്രേഡ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാനാണ് നമ്മൾ നോക്കാനായിട്ട് വന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇടയ്ക്ക് റുബിക്സ് ക്യൂബിൻ്റെ ഒരു സിനിമാറ്റിക് വീഡിയോ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ട്. കുറച്ചൊക്കെ നമുക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. വിസ്കോയിൽ കളർ ഗ്രേഡ് ചെയ്ത് ആ ഒരു സെറ്റിംഗ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് വിസ്കോയിൽ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മൾ വിസ്കോയിലല്ല, മൊത്തം കളർ ഗ്രേഡ് ചെയ്തേക്കുന്നത് നമ്മുടെ സ്വന്തം കൈൻമാസ്റ്ററിലാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ എങ്ങനെ കളർ ഗ്രേഡ് ചെയ്തെടുക്കാം നമുക്ക് വീഡിയോ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നപ്പോൾ നിങ്ങളുടെ ചാനലൊന്ന് കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തൊരു ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. സോ ഇത് നേരെ ഗൈസ്. അപ്പോൾ എനിക്ക് വേണ്ട കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ അലൈറ്റ് മോഷനിലല്ല കൈൻമാസ്റ്ററിൽ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈൻമാസ്റ്ററിൽ ഞാൻ അവിടെ 3 വീഡിയോ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 വീഡിയോ ക്ലിപ്സിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് വേസിലാണ് കളർ കറക്ഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ ഒരു ഷോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ്, ഒരു മഴ പെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തപ്പോൾ തന്നെ മൊത്തത്തിൽ കുളമായിപ്പോയി. കാരണം വെച്ചാൽ കോൺട്രാസ്റ്റൊക്കെ കൂടി എക്സ്പോസറൊക്കെ കുറഞ്ഞ് ഒരു അലമ്പ് ലുക്കിലാണ് കിടക്കുന്നത്. സംഭവം ഇതിനെ നമുക്ക് സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പിൽ നൈസറിന് ക്ലിക്ക് ചെയ്തിട്ട് കളർ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കളർ ഫിൽറ്ററിൽ കയറിയിട്ട് ബേസിക് എഫക്റ്റ് എടുക്കുക. ബേസിക്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ B04 എന്ന് പറയുന്നൊരു ഫിൽറ്റർ കിടപ്പുണ്ട്. അപ്പോൾ അത് നൈസായിട്ടൊന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, 100ൽ തന്നെ ഇട്ടിട്ടുണ്ട്. ദെൻ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു മൂഡി ഗ്രീൻ എഫക്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്താലേ സംഭവം പെർഫെക്റ്റ് ആകത്തുള്ളൂ. അതിനായിട്ട് നിങ്ങൾ ഒന്നുകൂടെ അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ കയറിയിട്ട് ആദ്യം തന്നെ ഞാൻ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൈലൈറ്റ്സ് ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ കുറച്ച് മീൻസ് ഫുള്ളൊന്ന് കുറച്ചിട്ടുണ്ട്. -100 ആക്കിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം നല്ല ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഹൈലൈറ്റ്സ് അത്രയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രെയിൻസൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. സോ അതിനായിട്ടാണ് ഞാൻ അത് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇവിടെ കോൺട്രാസ്റ്റ് ജസ്റ്റ് നൈസായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ബ്രൈറ്റ്നസ് ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സാച്ചുറേഷനും ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ആദ്യത്തെ ഒരു ഷോട്ടിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മൂഡി ഗ്രീൻ സംഭവം നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ആ ഒരു ഷോട്ട് കളർ ഗ്രേഡ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ക്ലിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ റുബിക്സ് ക്യൂബിൻ്റെ ആ ഒരു വീഡിയോ എടുത്ത ടൈമിൽ എടുത്ത ഒരു ഷോട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിലും ഒരു കോൺട്രാസ്റ്റൊക്കെ കൂടി ഗ്രെയിൻസൊക്കെ വന്ന് കിടക്കുവാണ്. അപ്പോൾ ഇതിന് നമുക്ക് സെറ്റാക്കണം. അതിനായിട്ട് വീണ്ടും കളർ ഫിൽറ്ററിൽ കയറിയിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ലോ സാച്ചുറേഷനിലാണ്. അപ്പോൾ ലോ സാച്ചുറേഷനിൽ ഇവിടെ L03 എന്ന് പറയുന്നൊരു ഫിൽറ്റർ കിടപ്പുണ്ട്. അപ്പോൾ അത് നൈസായിട്ട് എടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അതിനുശേഷം അല്ല അഡ്ജസ്റ്റ്മെൻറ്റിൽ കയറിയിട്ട് നമ്മൾ അടുത്തായിട്ട് ചെയ്യണം പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തും ഹൈലൈറ്റ്സ് ഫുള്ളൊന്ന് കുറച്ച് കൊടുത്തിട്ട്. ഓക്കെ, കാരണം നല്ല ഗ്രെയിൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ബ്രൈറ്റ്നസ് നൈസറൊന്ന് കൂട്ടി കൊടുത്തു. ബ്രൈറ്റ്നസ് കുറച്ചൊന്ന് കൂട്ടി ഒരു +18 കൊടുത്തിട്ടുണ്ട്. ദെൻ കോൺട്രാസ്റ്റും കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു വീഡിയോ ഈ ഒരു ലെവലിലായതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കണ്ട് നിങ്ങൾ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സാച്ചുറേഷൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അത് കൈൻമാസ്റ്ററിൻ്റെ എന്തോ ബഗ്ഗാണ്. ഓക്കെ, തനിച്ച് സംഭവം വരുന്നതാണ്. സോ എന്തായാലും വേറെ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ഒരു ഷോട്ടിൽ ചെയ്തത്. ഒരു ഫോഗി എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു ക്വാളിറ്റി വന്ന ലുക്കൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ക്ലിപ്പ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗ്രേഡിങ്ങാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കളർ ഫിൽറ്ററിൽ കയറിയിട്ട് ഇവിടെ ബേസിക്കിൽ തന്നെ പോയിട്ട് നിങ്ങൾക്കിവിടെ B11 എന്ന് പറയുന്നൊരു ഫിൽറ്റർ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ചാത്തൻ ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ നൈസായിട്ടൊന്ന് കുറച്ചിട്ട് ഒരു സംഭവം 50 ആക്കി കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ സംഭവം ഒരു ചാത്ത ലുക്കായിപ്പോവും. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ വരാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ ഹൈലൈറ്റ്സ് നൈസായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഹൈലൈറ്റ്സ് കുറച്ച് കൊടുക്കുക. പിന്നെ ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം കോൺട്രാസ്റ്റ് ഞാൻ അവിടെ കുറച്ചൊന്ന് കൂട്ടി. കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബ്ലൂ ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു -7 ഇട്ടിട്ടുണ്ട്. പിന്നെ വൈബ്രൻസ് ഒന്നും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ഗൈസ്. അത് ഞാൻ പറഞ്ഞല്ലോ കൈൻമാസ്റ്ററിൻ്റെ പുതിയൊരു
വേർഷൻ എടുത്തതിൻ്റെ ഒരു ബഗ്ഗാണ്, അതാണ് സംഭവം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് തന്നെ തനിച്ചെല്ലാം മാറുന്നുണ്ട്. ഓക്കെ, അത് -1 +1 ഉള്ളതുകൊണ്ട് വലിയ ഡിഫറൻസ് വരത്തില്ല. അപ്പോൾ ഈ ഒരു ലെവലാണ് ഞാൻ അവസാനത്തെ ക്ലിപ്പ് കളർ ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൈൻമാസ്റ്ററിലും പറ്റും ഇതുപോലത്തെ രീതിയിലൊക്കെ കളർ ഗ്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കൈൻമാസ്റ്ററിലൊക്കെ കളർ ഗ്രേഡിങ് ഇതുവരെ നോക്കിയിട്ടില്ലാത്തവർ, അത് വേറെ ആപ്പിലൊക്കെ കയറ്റി കൈൻമാസ്റ്ററിൽ കൊണ്ടുവന്ന് അതൊക്കെ ഇച്ചിരി റിസ്ക് പരിപാടിയാണ്. പക്ഷേ നമുക്ക് സംഭവം നല്ലപോലെ കിട്ടും. എന്നാലും പെട്ടെന്നൊക്കെ നിങ്ങൾക്ക് കൈൻമാസ്റ്ററിൽ കളർ ഗ്രേഡ് ചെയ്യാം. ഈ ഒരു രീതിയിലൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെ നോക്കാത്തവർക്ക് ഒരു കൈൻമാസ്റ്ററിലെ കളർ ഗ്രേഡിങ്ങിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പല പല ഫിൽറ്റേഴ്സൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അടിക്കുക. എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ വേണ്ടി, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കിടന്ന് എനേബിൾ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോളോ ചെയ്തേക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. സീ യു സൂൺ.